കെവിൻ കാർട്ടറിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ചിത്രമുണ്ട്. ഫോട്ടോഗ്രാഫിക്കുള്ള പുലിസ്കർ പ്രൈസൊക്കെ ലഭിച്ചിട്ടുള്ള ആളാണ് ഈ കെവിൻ കാർട്ടർ. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ചിത്രമാണ് കഴുകനും കൊച്ചുകുട്ടിയും എന്നുള്ളത്. അന്നേരം ആ ചിത്രം മരണാസന്നയായ ഒരു കൊച്ചുകുട്ടിയെ, അല്പവസ്ത്രധാരിയാണ് എന്ന് തോന്നുന്നു, ആ കുട്ടി കഴുകന് സമീപം ഇഴഞ്ഞു നീങ്ങാൻ ശ്രമിക്കുകയാണ്. മരണാസന്നയായ കുട്ടിയാണ്. അന്നേരം അത് മരിക്കുന്നതും കാത്ത് ഇരിക്കുന്ന ഒരു കഴുകൻ്റെ ചിത്രമാണ് ഇദ്ദേഹം പകർത്തിയത്. ദാരിദ്ര്യത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിൻ്റെ നിരർത്ഥകതയുടെയൊക്കെ സിമ്പലായി നമുക്ക് തോന്നാവുന്ന ഒരു വളരെ ചിന്തിപ്പിക്കുന്ന, വളരെ മനുഷ്യനെ വളരെയധികം ഊണ്ട് ചെയ്യുന്നൊരു ചിത്രമായിരുന്നു അത്. ഇതിന് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചു. പക്ഷേ ഈ പുരസ്കാര വേദിയിൽ വെച്ച് ഇദ്ദേഹത്തിന് പത്രലേഖകൻ്റെ ഒരു ചോദ്യത്തെ ഫേസ് ചെയ്യേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം ഈ കുട്ടിയെ നിങ്ങൾ എന്ത് ചെയ്തു എന്നാണ്. പിന്നീട് ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് അതറിയില്ലായിരുന്നു. അദ്ദേഹത്തിന് വിമാനത്തിലേക്കുള്ള സമയമായി, വിമാനം ടിക്കറ്റിന് ഉള്ള സമയമായിരുന്നു. അതുകൊണ്ട് അത് അവരെ ഉപേക്ഷിച്ചു പോയി. ആ കുട്ടിക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റിയില്ല. അന്നേരം അദ്ദേഹത്തിനടുത്ത് രണ്ടാമതൊരു എക്സ്റ്റൻഡഡ് ചോദ്യം കൂടെ അദ്ദേഹത്തിനടുത്ത് ചോദിച്ചു. അത് അവിടെ എത്ര കഴുകന്മാരുണ്ടായിരുന്നു എന്നായിരുന്നു. ഈ ചോദ്യം അദ്ദേഹത്തിന് വളരെയധികം ഊണ്ട് ചെയ്തു. അദ്ദേഹം കടുത്ത വിഷാദ രോഗത്തിന് അടിമയാകുകയും എനിക്ക് തോന്നുന്നു 44 വയസ്സിൽ വളരെ ചെറുപ്പത്തിൽ പ്രതിഭാധനായ ഫോട്ടോഗ്രാഫർ സൂയിസൈഡ് ചെയ്യുകയും ചെയ്തു. ഇദ്ദേഹത്തിന് ഇത്രയധികം വേട്ടയാടിയ ഒരു സംഭവമായിട്ട് ഇത് മാറി. ഈ ചിത്രം ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. അത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ചിത്രവുമാണ്. അത് നമ്മൾ പലപ്പോഴും ആലോചിക്കുമ്പോൾ നമ്മളെ മനുഷ്യനായി ജീവിപ്പിക്കുന്നത് നമുക്ക് സഹജീവിയോടുള്ള കാരുണ്യം, കരുണ, ഇങ്ങനെയൊക്കെ പറയുന്ന ചില ക്വാളിറ്റികളാണ്. നമ്മളെ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാഴ്ചകളും. തമിഴ്നാട്ടിലെ റോഡുകളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും അതിൻ്റെ ഒരു ഗ്രാമീണ ഭംഗിയൊക്കെ നമ്മൾ ആകർഷിക്കുന്നതിനോടൊപ്പം തന്നെ ചില കാഴ്ചകൾ ചിലപ്പോഴും നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു കാഴ്ചയെക്കുറിച്ചാണ് ഞാൻ ഒരിക്കൽ കണ്ണനെ വെക്കുന്ന രാധ എന്ന് പറയുന്നൊരു ചെറിയൊരു സംഭവം വിവരിച്ചത്. ഇതുപോലെ തന്നെ മറ്റു ചില സംഭവങ്ങൾ നമ്മളെ മനുഷ്യനായി ജീവിപ്പിക്കുന്നത് ഈ മഹത്വത്തിൻ്റെയൊക്കെ ഒരു അടയാളം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്, നമുക്ക് തോന്നുന്നത്, എനിക്ക് അൺബെയറബിൾ പിറ്റി ടുവേഴ്സ് ദ സഫറിങ് ഓഫ് മാൻകൈൻഡ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു മനുഷ്യവർഗത്തിൻ്റെ ഒരു യാതനയെക്കുറിച്ചുള്ള ഒരു കരുതൽ ചിന്ത. ഇതൊന്നും ആ ലെവലിലൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മളെ ഇതൊക്കെ ഒരു ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ക്വാളിറ്റിയാണ് നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഇത് ഇങ്ങനെയുള്ള ചില ചിന്തകൾ, നമ്മൾ ആക്സിഡൻറ്റുകൾ കാണുമ്പോൾ, അതുപോലെ തന്നെ ചില ക്യാൻസർ വാർഡിൽ, അതുപോലെ തന്നെ ക്യാൻസർ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെയൊക്കെ കാണുന്ന കാഴ്ചകൾ നമ്മളെ നിരന്തരം ഇങ്ങനെ നമ്മളെ പിന്തുടർന്ന വേട്ടയാണ്. അങ്ങനെ വേട്ടയാടുന്ന നിരവധി സംഭവങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ക്യാൻസർ ഒരു ദിവസം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു കൊച്ചുകുട്ടിയായിട്ട് വന്ന രണ്ട് ദമ്പതികളെ പരിചയപ്പെട്ടു. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയിൽ ആ കുഞ്ഞുമായിട്ട് അവർ അവിടെ നിൽക്കുന്നു. എത്രയോ ദിവസങ്ങൾ അവിടെ നമ്മുടെ ജീവിതം തന്നെ മരവിച്ചു പോകാവുന്ന എത്രയോ കാഴ്ചകൾക്ക് നമ്മൾ അവിടെ സാക്ഷിയാവുന്നു. ഇവർ പ്രണയിച്ച് പോകാൻ കഴിച്ചവരാണ്. അവർക്ക് ആദ്യത്തെ കുട്ടി ഉണ്ടായപ്പോൾ ആ കുട്ടി ക്യാൻസറാണ്. ഈ കുട്ടിയുമായി നിരന്തരം ആശുപത്രി വരേണ്ടി വരുന്നു. ഇവരുടെ ഒരു ജീവിതം, അവരുടെ പ്രണയം, ആ പ്രണയ സാഫല്യത്തിന് ശേഷമുള്ള അവരുടെ ജീവിതത്തിലെ ആ ബുദ്ധിമുട്ടുകൾ, ഇതവർ ഒന്നിച്ച് തരണം ചെയ്യാൻ പെടുന്ന പാട്, ഇതെല്ലാം നമ്മുടെ ചിന്തയിൽ ഇങ്ങനെ ദിവസവും ഇങ്ങനെ കടന്നു വരുന്നു. നമ്മളിലെ എന്ന് പറഞ്ഞാൽ ഓരോ പുട്ടിനൊപ്പവും നമ്മൾ വേകുന്നെന്ന് പറയുന്ന പോലെയാണ് ഇത്തരം ചിന്തകൾ നമ്മളെ ഊണ്ട് ചെയ്യുന്നത്. നമ്മളിത് കാണാതെ പോവുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. അതുപോലെ തന്നെയാണ് ഒരു ദിവസം ഇങ്ങനെ ഈ തമിഴ്നാട്ടിലെ റോഡിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് പോയപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ തടി ലോഡൊക്കെ ചെയ്തിട്ട് ചില ആൾക്കാർ ഷർട്ടിൻ്റെ ബട്ടൺസൊക്കെ തട്ടി ഈ പിന്നോട്ടിട്ടിട്ട് ഇങ്ങനെ നടന്നു പോകുന്നത് പോലെ, അല്ലെങ്കിൽ ഈ അവളുടെ രാവുകൾ എന്ന് പറയുന്ന സിനിമയിൽ ഷർട്ടിട്ടിട്ട് മാത്രം ഇട്ടിട്ട് വരുന്ന ഇതുപോലെയോ ഒക്കെ അധികം പ്രായമില്ലാത്തൊരു പെൺകുട്ടി പൊരി വെയിലത്തുകൂടി ഇങ്ങനെ നടന്നു പോകുന്നു.
കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു പെൺകുട്ടി ആ വഴിയിലൂടെ ഇങ്ങനെ കണ്ടപ്പോൾ ഇവൾക്ക് നമുക്ക് പ്രഥമ ദൃഷ്ടിയാ നമുക്ക് തോന്നി ഈ കുട്ടിക്ക് ഭ്രാന്താണ് എന്ന്. ഭ്രാന്താണെന്ന് നമ്മൾ പറയുമ്പോഴും മനസ്സിന് വരാവുന്ന ഒരു ചിത്തഭ്രമം എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് വരുന്ന ഏതൊരു അസുഖത്തെയും പോലെ ഒരു അസുഖം, അല്ലെങ്കിൽ ഇന്നലെ ഏതോ ഒരു അമ്മയും അച്ഛനും ലാളിച്ച് വളർത്തിയ ഒരു കുഞ്ഞ്, അല്ലെങ്കിൽ സഹോദരി എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു പെൺകുട്ടിയാണ് നമ്മൾ കാർ ഓടിച്ച്, ഞാനാണെങ്കിൽ ഒറ്റയ്ക്ക് ഞാൻ കാർ ഓടിച്ച് പോകുമ്പോൾ നമ്മുടെ എതിരെ ഒരു ചെറിയ ബെൻ കഷ്ണവും കടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്നത്. അന്നേരം ചിന്തിക്കുവാണെങ്കിൽ അല്പവസ്ത്രധാരി എന്ന് വേണമെങ്കിൽ പറയാം. 25 വയസ്സിൽ കൂടുതൽ ഒരിക്കലും പ്രായം തോന്നിക്കാത്ത ഒരു പെൺകുട്ടി ഇങ്ങനെ നടന്നു പോകുന്നു ആ വഴിയിലൂടെ. അവൾക്ക് അവളുടെ ഈ ജീവിതം എന്തായിരുന്നു ഇതിനു മുമ്പുള്ളത്, അവളെ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്താണ്, ഇങ്ങനെ അടുത്തെങ്ങും വീടുകളില്ലാത്ത ഈ വഴിയിൽ അർത്ഥനഗ്നയായി ഇവൾ എങ്ങനെ എത്തിപ്പെട്ടു, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഒരു സെക്കൻഡ് കൊണ്ട് നമ്മുടെ മനസ്സിലൂടെ വരും. അന്നേരം ഈ പെൺകുട്ടിക്ക് എന്ത് സഹായമാണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്? പക്ഷെ എന്തുകൊണ്ടോ ആ സമയത്ത് അതിൻ്റെ കൂടെ പോയ നിരവധി വാഹനങ്ങളിലൊന്ന് ആയിട്ട്, അല്ലെങ്കിൽ നിരവധി കഴുകന്മാരുടെ വാഹനങ്ങളിലൊന്നായി എൻ്റെ വണ്ടിയും കടന്നുപോയി. പക്ഷേ പോയതിന് ശേഷം മനസ്സിനെ ഇതിങ്ങനെ ഊണ്ടിയാൻ തുടങ്ങി. എനിക്ക് വായിച്ച കവിതകൾ, വായിച്ച കഥകൾ, നമ്മൾ പരിചയപ്പെട്ട അനുഭവങ്ങൾ, പണ്ട് പിന്നെ വെസ്റ്റ് സ്കൂളിൽ പഠിച്ചിരുന്നപ്പം അവിടെ ഒരു സ്ലേറ്റും പിടിച്ചുകൊണ്ട് വന്ന ഒരു വലിയ പെൺകുട്ടിക്ക് പറ്റിയ സംഭവം, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ. അതുപോലെ തന്നെ അനാഥൻ എന്നുള്ള കവിത, തെരുവിന് അനാഥനെ തന്നിട്ട് പോയവൾ തെറിവാക്ക് പറയുന്ന ഭ്രാന്തി, ഈ കവിതയുടെയൊക്കെ വരികൾ, ഇതെല്ലാം മനസ്സിൽ കൂടെ നമുക്ക് അന്ന് ഉറങ്ങിയപ്പോഴെനിക്ക് ഏതോ ഒരു ലോറിയിലേക്ക് ഇവിടെ വലിച്ചു കയറ്റുന്നതായിട്ടും ഒക്കെ നമ്മളിങ്ങനെ മനസ്സിൽ കാണുക. വളരെ വീർപ്പ് മുട്ടുന്ന ഒരു ഓർമ്മയായി ഇന്നും ആ പെൺകുട്ടി അതിനെന്ത് സംഭവിച്ചുവെന്നോ അതെവിടെ നിന്ന് വന്നതാണെന്നോ ഒക്കെയുള്ള കാര്യങ്ങൾ. എന്തുകൊണ്ട് അന്ന് ഈ ഗാന്ധിജി ഒക്കെ ചെയ്തതുപോലെ ഞാനിട്ടിരുന്ന ഷർട്ട് ഊരി ആ കുട്ടിക്ക് നൽകി അവളെ ഏതെങ്കിലും ഒരു പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു ചികിത്സയൊക്കെ ലഭിക്കാവുന്ന ഒരു സെക്ടറിലേക്ക് കുറച്ച് പേരുടെ സഹായത്തോടെ കൊണ്ടുപോകാൻ എനിക്ക് എന്തുകൊണ്ട് മനസ്സ് വന്നില്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങളും ഒക്കെ ഊണ്ട് ചെയ്തുകൊണ്ടിരുന്നു. ഞാനിത് പറയുന്നത് അന്ന് സമാനമായ കാഴ്ച കണ്ട് ആ വഴിയിലൂടെ പോയ ആരെങ്കിലും ഈ വീഡിയോ കാണുവാണെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അതൊക്കെ സഹായിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ അനുഭവം ഒരു കമൻ്റായിട്ടൊന്ന് ബോക്സ് ചെയ്താൽ അന്നത്തെ ആ സംഭവത്തിൻ്റെ ഓർമ്മകളിൽ നിന്ന് ഇനിയെങ്കിലും മുക്തനാവാൻ ഒരു പക്ഷേ കഴിഞ്ഞേക്കാം.